ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നല്ലൊരു മസാല ഉണ്ടാവും. ഇത് എട്ടിര മസാല ഉണ്ട്. നല്ല ടേസ്റ്റ് ಅವರು ಎಟ್ಟಿರ ಮಸಾಲೆ ಉಂಡು ಹಿಂಗೆ ಹಾಕಿಂಗೆ ಇದು ಎಂದ ಹಿಂಗೆ ನೀವು ಅವ್ರಿಗೆ ಟ್ರೈ ಹಾಕೋರು ಬರೋದು ಹೆಂಗೆ ಹಾಕ್ರೆ ನೋಕ ದೂರ ನಾನು ತೋಲರ್ತದೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕಿ ಇರ್ತಾರೆ ಎಟ್ಟಿ ஒரு மீடியம் சைஸ் எட்டி எடுத்துற இதில் இப்போ நாங்கள் இங்கே மீடியம் தீர இதில் பீஸ் ಹಾಕೋನು ஒரு எட்டிர ஜண்டு தெல் வெள்ளை சைஸ் எட்டை 3 பீஸ் ಹಾಕೋರು ಇವರೆಲ್ಲ ನಾನು ಪೀಸ್ ಹಾಕಿ ಬೇಯಿಸಿರದ ನೋಕೋರು ಈ ಸೈಜ್ ಪೀಸ್ ಹಾಕಿರ இப்போ ஒரு இடம் எடுத்துட்டு 1 டேபிள் ஸ்பூன் அத்தனை எண்ணெய் வீத்தோரு எண்ணெய் செம்ம வீத்தாண்ட ஒரு டேபிள் ஸ்பூன் இல்லை ஒரு 1.5 டேபிள் ஸ்பூன் அத்தனை எண்ணெய் மேயும் அதில் பின்ன ஒரு பெரிய சைஸ் நீரில் எடுத்துறேன் ചെറിയ പീസാക്കി എടുത്തുற നീരിൽ പിന്നെ ഒരു തെല്ല് കറിച്ചൊപ്പ് അങ്ങനെ ചെറിയ പീസാക്കി എടുക്കും ഇതിലൊന്ന് തെല്ല് നേരം നല്ല ഫ്രൈ ആക്കും ഒരു തെല്ല് ലൈറ്റ് സോഫ്റ്റ് ആവട്ടു അതിൽ പിന്നെ ഇതിന് ഞങ്ങൾ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇടണം എന്താ ഇതിപ്പോൾ ഞങ്ങൾ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇടാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇട്ടേ അതിൽ പിന്നെ ഇത് ഒരു ജണ്ട് കായ്മല ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടൊരു ചമ്മ കാരത്തെ കായ്മല എങ്കിൽ ഒന്നുമേയൊരു നിങ്ങൾക്ക് കാര നോക്കിയിട്ടിട്ടൊരു നിങ്ങൾ അന്താജ് പോലെ അതിൽ പിന്നെ ഒരു ടൊമാറ്റോ എടുത്തറ പിന്നെ ടേസ്റ്റിಗೆ വേണം അത്ര ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ അന്താജ് അത്ര ഉപ്പിട്ടേ ഈ ടൊമാറ്റോ എല്ലാം ഉണ്ടല്ലോ ഒരു തെല്ല് സോഫ്റ്റ് ആവട്ടു അത്ര തെല്ല് നേരം ഇങ്ങനെ ഫ്രൈ ആക്കും എന്താ ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ട് അതിൽ പിന്നെ ഇത് ഞങ്ങൾ വെച്ച് പീസാക്കി വെച്ച് എട്ടി ഉണ്ടല്ലേ അതിടൊരു ഈ എട്ടിട്ടതായാൽ പിന്നെ ഇതുണ്ടല്ലോ ഞങ്ങൾ തണ്ണിയും തുമ്പിത്തണ്ട ഇതേ ഇങ്ങനെ മുച്ചിട്ട് വേപ്പാട്ടിയും കഴിത്ത് ഒരു മീഡിയം തീയിൽ ഒരു 5 നിമിഷം ഇങ്ങനെ വേവിട്ട് എട്ടിയെല്ലാം തെല്ല് വേവിട്ട് ഒരു 5 നിമിഷം ഇല്ല 4 നിമിഷം അത്ര വെച്ച് മേയോ എന്താ നോക്കറ പോലെ എട്ടി അതിൽ തണ്ണിയെല്ലാം വിട്ടു ഇപ്പോൾ ഇതിന് ഞങ്ങൾ പൊടിയെല്ലാം ഇടുക ദൂരം ഞാൻ ഒരു 1/4 ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി എടുത്തിന് 1 ടീസ്പൂൺ അത്ര നല്ല മുളക് പൊടി പിന്നെ 1 ടീസ്പൂൺ ജീരകത്തെ പൊടി പിന്നെ 1 ടീസ്പൂണ് കൊത്തമ്പരി പൊടി 2 ടേബിൾ സ്പൂണ് മുളക് പൊടി കാരത്തെ മുളക് പൊടി എങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കും ഇത് കാശ്മീർ മുളക് പൊടി അങ്ങനെ 2 എടുത്തറ അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇപ്പോൾ ഇതിക്ക് ഒരു തെല്ല് തണ്ണി വീത്തുക ഒരു 3 ടേബിൾ സ്പൂൺ അത്ര തണ്ണി വീത്തോರು ಇಲ್ಲ ഒരു 1/4 കപ്പ് അത്ര തണ്ണി വീത്തോರು ചെന്നി കൊണ്ടല്ലേ ഞങ്ങൾ ഈ മസാല ഇട്ടല്ല ഞങ്ങൾ പൊടിയല്ല അതെല്ലാം നല്ല വേവിട്ടു അതിൽ മണ്ണെല്ലാം പൊട്ടു അത്രയ്ക്ക് ഞങ്ങൾ ഇത് വേപ്പാട്ടണം വാപ്പസ് ഇങ്ങനെ മുച്ചിട്ടുണ്ടല്ലേ ഒരു 5 നിമിഷം ചെറിയ തീയാക്കിയിട്ട് വേവൊക്കെ വയ്ക്കും തീ ജോറാക്കണ്ട ചെറിയ തീയിൽ വാപ്പസ് ഒരു 5 നിമിഷം വേവിട്ടു എന്താ ദൂരെ നോക്കൂ ഞങ്ങൾ മസാല എല്ലാം വെന്തര സൈഡിലെല്ലാം ഇങ്ങനെ എണ്ണ വിട്ടറല്ലേ ഇത്ര ആയാൽ പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ ഒരു തെല്ലിമ്പിടുക വേണമെങ്കിൽ ഒരു പാതിലിമ്പ പുളിയൊരു അതിൽ പിന്നെ ഇത് ഒരു തേങ്ങ ഇടൊരു ഒരു തേങ്ങ മീഡിയം സൈസിൽ തേങ്ങ എടുത്തറ തേങ്ങ ചരച്ചിട്ടല്ല ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ തേങ്ങ മേയൊരു നിങ്ങൾക്ക് മസാല തെല്ലി ആറ് വേണമെങ്കിൽ ഒരു തെൽ വലിയ തേങ്ങ എടുക്കോರು ദൂരം ഒരു മീഡിയം സൈസിൽ തേങ്ങ എടുത്തറ മേയോರು ഇത് ചമ്മ ಅವರು ಇದಳು ഇതിലൊന്നും അങ്ങനെ ഈ മസാലലും ഈ തേങ്ങയിലെല്ലാം നല്ല മിക്സ് ആക്കോರು ഇങ്ങനെ മിക്സ് ആക്കുമ്പോണ്ടല്ലേ തീ ചോറ് വെച്ചിട്ടെല്ലാം നല്ല ചന്ത മിക്സ് ആക്കോರು നല്ല മിക്സ് ആവട്ടെ ഇത് തേങ്ങയിലെല്ലാം മസാല പിടിക്കണം എന്താ നോക്കിയാറല്ലേ പിന്നെ ഉപ്പ് നോക്കോರು ഉപ്പ് എന്ത് കുറവടിന്നെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അവസരത്തിൽ എല്ലാം ഉപ്പിടോರು എന്താ ദೊಡ್ಡ ರೆಡಿ ಆಯಿತು ഇപ്പോൾ ഗ്യാസ് ಬಂದಾಕಿತ್ತುಂಡಲ್ಲಿ ಇದೇ ಎಡ್ತಲ್ಲಿ ವೈಕೋರು ಇದು ಚಪ್ಪೆ ಒಟ್ಟು ದೂರ ನಾನು ಪಿಟ್ಟು എടുത്തറേ ഇത് പിട്ട് ചെന്നുണ്ടല്ലോ ഞങ്ങൾ പത്രമെല്ലാം ആക്കറല്ലേ പൊടി ആ പൊടിക്ക് വെച്ച തന്നെ ഇട്ടിട്ട് തെല്ല് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഞൗണ്ടിയും കഴിത്ത് ഇല്ലെങ്കിൽ ಇದರ ಬದಲ್ಗುಂಡಲ್ಲಿ ഞങ്ങൾ ಉಂಡೆಗೆಲ್ಲ ಬೆಲ್ತರ ನಂಚಿಟ್ಟು ದರ್ಕಲ್ಲ ಉಂಡೆರ ಬಿಟ್ಟು ಅದು ಮೆರ್ತೆಂಗು ಮಾವು ഇതിരിപ്പുണ്ടല്ലേ ഞങ്ങൾ ഉണ്ടാക്കുക ചൊന്നി ഞങ്ങൾ നോർമൽ ഉണ്ടാക്കല്ലേ അതേപോലെ എല്ലാം ഇങ്ങനെ ഫസ്റ്റ് തെല്ല് പിട്ടെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ റൗണ്ടിൽ ഉണ്ടാക്കിയും കഴിത്ത് എന്താ ഇങ്ങനെ ഉണ്ടാക്കോರು
അതിൽ പിന്നെ ഒരു ബെരൽ വെച്ചിട്ടല്ല ഇങ്ങനെ നല്ല ഷേപ്പാക്കി കൊടുക്കറു ഒരു റൗണ്ട് ഷേപ്പ് ആക്കോರು ഇങ്ങനെ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് മസാല ഫില്ലാക്കൊണ്ടു ഇതിൽ ഞങ്ങൾ ആക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഫില്ലാക്കൊണ്ടു അത് കല്ലിങ്ങനെ ഷേപ്പാക്കി കൊടുക്കರು ചൊന്ന ಇದು ನಾರ್ಮಲ್ ಸಾಧಾರಣ ಅಲ್ಲಿ ಗೊಂತಿಕ್ಕರು ಆರ್ಗಂಗೆ ಗೊಂತಿಲ್ಲ ತನಕ ಯೂಸ್ ಆಗುಂಟು ഒരു ടേബിൾ സ്പൂൺ അത്ര മെയ്യോ മസാല ഇതിങ്ങനെ നടുകിങ്ങനെ ഫില്ലാക്കി കൊടുക്കರು നടുകിടರು സൈഡുകളിലാക്കണ്ട അതിൽ പിന്നെ ഇതാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പ്രസ് ആക്കിയാൽ സ്ലോലി ഇങ്ങനെ പ്രസ് ആക്കിയാൽ ഇങ്ങനെ ആക്കിയും കൊണ്ടല്ലേ നിങ്ങൾക്ക് മസാല എല്ലാം പരത്ത് വേണ്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് ഉണ്ടെല്ലാം ഉണ്ടല്ലോ നല്ല വൈറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടേ കാണും മസാല എല്ലാം എന്തും സൈഡിലെല്ലാം വേണ്ടിയില്ല എന്താ നോക്കറുവല്ലോ ഇപ്പം നിങ്ങൾക്കുണ്ടല്ലേ ഇതിപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും കയ്യിലിങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടായെങ്കിൽ ഒരു തെല്ല എണ്ണ ഇങ്ങനെ ഡിപ്പാക്കും കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നടുവ് ബീച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയെങ്കിൽ കഴിത്ത് തെലുഗ് പറ്റി പിടിക്കാൻ മാത്രം ഇങ്ങനെ ആക്കും ഇപ്പം എണ്ണയുടെ ബദൽക്ക് തണ്ണിയും എടുത്തിട്ട് ഇങ്ങനെ തെല്ല് ഇങ്ങനെ ഡിപ്പാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയെങ്കിൽ മാറും നോക്കിയാറല്ലേ ഇങ്ങനെ എല്ലാം ಹಾಕ್ಕೊಂಬರು ದುಡ್ಡೆಲ್ಲ ನಾನು ನೋಡ್ಕೊಡ್ದೆ ಎಲ್ಲ ಹಾಕಿರೆ ದುಡ್ಡೆಲ್ಲ ನಾನು ರೆಡಿ ಹಾಕಿ ಬೇಯಿಸಿರೆ ഇത് ഒന്നര മേലെ ഒന്നെന്തും പത്തി പിടിക്കില്ല എല്ലാം ഇങ്ങനെ മേലെ വേയിക്കുമല്ലോ റെഡി ആക്കിയില്ലേ ഇപ്പം ഇതുണ്ടല്ലേ ഞങ്ങൾക്ക് സ്റ്റീം ആക്കൊണ്ടു സെക്കെ വറുത്തൊണ്ടു ഇവിടെ ഒരു ತೊಂದರೆ എടുത്തിട്ട് ಅದಕ್ಕೆಲ್ಲ ഇങ്ങനെ ಬೇಯಿಸಿ കൊടുക്കರು ಉಂಡೆ ഉണ്ടല്ലേ ഇത് മുച്ചിട്ടുണ്ടല്ലേ ഒരു 20 നിമിഷ ಬೇಪಾಟೋರು ഒരു 20 ನಿಮಿಷ ಮೀಡಿಯಮ್ ತೀಲಿ ഒരു 20 ನಿಮಿಷ ಬೆಂದೆಂಗೆ ಮೇಯವು 20 ನಿಮಿಷ ಇಲ್ಲೆಂಗೆ 25 ನಿಮಿಷ അത്തരമേ എന്താ ഇവിടെല്ലാം റെഡി ആയിട്ട് നോക്കിയാറല്ലേ വെച്ചുണ്ട് ഒന്നിങ്ങനെ പീസാക്കി കാട്ടുക എന്താ നോക്കറുള്ള നല്ല ടേസ്റ്റ് ആവുറവ ഈ മസാല ഉണ്ടാക്കിയെങ്കിൽ ഇതുണ്ടല്ലേ നിങ്ങൾക്ക് കറിയെല്ലാം വേണുണ്ടില്ല അത്ര ടേസ്റ്റ് അവർ ഇട്ടിರೋ മസാല ഉണ്ട് ಇದು എന്തായാലും നിങ്ങൾ ഒരു ട്രൈ ആക്കോರು അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കോರು ലൈക്ക് ആക്കോರು ಬೆಲ್ಲೈಕನ್ ಪ್ರೆಸ್ ಆಕೋರು ನಿಂಗೆಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗೆ ರಿಲೇಟಿವ್ಗೆ ಎಲ್ಲರಿಗೂ ಶೇರ್ ಆಕೋರು ಇನ್ಶಾಲ್ಲ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋಲಿ ಗಿಟ್ರಕ್ಕೆ ಬಾಯ್